ജമൈക്കയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്കും കൃഷിസ്ഥലങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. 500ഓളം ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മണിക്കൂറിൽ 215 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന് ജോ ബൈഡൻ. പ്രചാരണ സംഘത്തിലെ അംഗങ്ങളുമായി സംസാരിച്ച ബൈഡൻ മത്സരിക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപാണ് ബൈഡന്റെ മുഖ്യ എതിരാളി. ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ പ്രമുഖ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു. മുഹമ്മദ് നിമ നാസറാണ് കൊല്ലപ്പെട്ടതെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. സൗത്ത് ലെബനോണിലാണ് ആക്രമണം ഉണ്ടായത്. അമേരിക്കയിലെ കൊളറാഡോയിൽ മനുഷ്യനിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. പശുവളർത്തൽ കേന്ദ്രത്തിലെ തൊഴിലാളിക്കാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടെ അമേരിക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചവരുടെ എണ്ണം 4 ആയി. ഇറ്റലിയിലെ സജീവ അഗ്നിപർവ്വതമായ മൗണ്ട് എറ്റ്ന പൊട്ടിത്തെറിച്ചു. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറ്റ്ന. ലാവ പുറന്തള്ളുന്ന മൗണ്ട് എറ്റ്നയുടെ ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്.